ഈ സനാതന ധർമ്മവുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. ഇവര് പറയാ, RSS പറയാ, ഞങ്ങൾ ഈ സാംസ്കാരിക പ്രവർത്തകരാണ്, ഞങ്ങൾ സേവന പ്രവർത്തകരാണ്. അറിയോ നിങ്ങൾ, 27 മുതൽ 1 ലക്ഷത്തോളം ആളുകളെയാ, മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും അടക്കം 1 ലക്ഷം ആളുകളെയാ ഗുജറാത്തിലടക്കം, ആസാമിലടക്കം, ബീഹാറിലടക്കം, മഹാരാഷ്ട്രയിലടക്കം, രാജസ്ഥാനിലടക്കം, ഉത്തർപ്രദേശിലടക്കം കൊന്നൊടുക്കിയത്. അവസാനം നടന്ന കലാപം ഗുജറാത്തില 3500ഓളം ആളുകളാ മരിച്ചു എന്ന് കണക്ക്. ആ കലാപത്തിൽ ഞാൻ പങ്കെടുത്തിട്ടില്ല, പക്ഷേ അന്ന് ഞാൻ ബോംബെ കാര്യാലയത്തിലുണ്ടായിരുന്നു. ഞാൻ എന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ പോലും ഞെട്ടിപ്പോ, ഇങ്ങനെയെല്ലാം ഉണ്ടാവും നിങ്ങൾ എന്നെ ചോദിക്കൂ. എന്താ കാരണം എന്നറിയാം? മുസ്ലിങ്ങൾ തെരഞ്ഞുപിടിച്ചിട്ടാ കൊന്നത്. അന്ന് ഗുജറാത്ത് കലാപം നടന്ന ശേഷം അവർ ഈ ബോംബെ കാര്യാലയത്തിൽ താമസിച്ചത്. 4 നില ബിൽഡിംഗിൽ അവിടെ കാര്യാലയത്തിൽ താമസിച്ചപ്പോ എന്നോട് പറഞ്ഞ അനുഭവങ്ങള് 7ഓളം ആളുകളെയായി തരംതിരിച്ചു. അതിലൊരു ഗ്രൂപ്പ് പോർബന്തറിനടുത്തുള്ള ഒരു വീട്ടിലേക്ക് പോയി വെള്ളം കുടിക്കാൻ പോയതാ. ദൈവത്തിന്റെ ഫോട്ടോ കണ്ടിട്ട് കയറിയതാ. നോക്കുമ്പോ വന്നതാരാ? പൂർണ്ണ ഗർഭിണിയായ ഉമ്മ. അവിടെ ഈ അടുത്ത് താമസം മാറിയതാ. വെള്ളം വേണം, കൊല്ലാൻ നിശ്ചയമില്ല, വെള്ളം വേണമെന്ന് പറഞ്ഞു. ഉമ്മ നടക്കാനൊന്നും വയ്യ. ഉമ്മ പതുക്കെ പോയി അടുക്കളയിൽ പോയി വലിയൊരു പ്ലേറ്റിൽ 7 ഗ്ലാസ് വെള്ളമായിട്ട് തിരിച്ചു വന്നു. അങ്ങനെ തിരിച്ചു വന്നപ്പോ ഇവർക്കൊരു ഫോൺ കോൾ. എന്താ ഫോൺ കോള്? സ്ത്രീകളെയും കുട്ടികളെയും കണ്ടാൽ വെറുതെ വിടാൻ പാടില്ല. ഈ ഉമ്മ കൊടുത്ത പ്ലേറ്റിൽ നിന്ന് ആ വെള്ളം ഗ്ലാസ് വാങ്ങി ആ വെള്ളം കുടിച്ച് ആ ഗ്ലാസ് ആ പ്ലേറ്റിൽ വെച്ച ശേഷം ആ ആജ്ഞ നിറവേറ്റാൻ വേണ്ടി ആ ഉമ്മയെ ഇവര് കൈയും കാലും കസേരയിൽ കെട്ടിയിട്ട് ഇവര് പറയാനോട് രാത്രി, എന്നിട്ട് കൊണ്ടുവന്ന തൃശൂലമെടുത്ത് ആ പൂർണ്ണ ഗർഭിണിയുടെ നിറവയറിലേക്ക് ഇങ്ങനെ കുത്തിയിറക്കി ഒരു തിരിതിരിച്ച് പുറത്തേക്ക് എടുത്തു. രക്തം പൊട്ടിയൊലിച്ച് തൽക്ഷണം ആ ഉമ്മ അവിടെ മരിച്ചുപോയി. എന്ത് തെറ്റാ ഈ പ്രസ്ഥാനത്തോട് ഈ ഉമ്മ ചെയ്തത്? ആ തൃശൂലത്തിന്റെ മുനമ്പിൽ ജനിക്കാൻ പോകുന്ന കുട്ടിയുടെ ഭ്രൂണമുണ്ടായിരുന്നു. മറ്റൊരു വീട്ടിലേക്ക് പോയപ്പോ ഒരു ഉമ്മ മുറ്റമടിക്കുന്നു, 4 കുട്ടികളും ചുറ്റും കളിക്കുന്നു. ഓംകാളിയും വന്ദേ മാതരവും വിളിച്ചു വരുന്ന ഈ നരാധമന്മാരെ കണ്ട് കുട്ടികൾ ഭയന്നോടി അകത്ത് കട്ടിലടിയിൽ പോയി ഒളിച്ചു. ഈ ഉമ്മയുടെ തട്ടം മാറ്റി തലമുടി പിടിച്ച് വലിച്ചെടുത്ത് റൂമിൽ കൊണ്ടുപോയി പൂട്ടി. ആ 4 കുട്ടികളെയും കഴുത്തിൽ പിടിച്ച് പുറത്തേക്ക് എടുത്തു. എന്നിട്ട് അതിലൊരു കുട്ടി മാത്രം നിലവിളിക്കുന്നില്ല, പൊട്ടിക്കരയുന്നില്ല. കാരണം എന്താണെന്നറിയാം? ആ കുട്ടിക്ക് ജന്മനാ സംസാരിക്കാൻ ശേഷിയില്ലാതെ കുട്ടിയാണ്. ആ 4 കുട്ടികളെയും വീടിന്റെ അടുത്തുള്ള സെപ്റ്റിക് ടാങ്ക് കമ്പിപ്പാര കൊണ്ട് കുത്തി തുറന്ന് ആ 4 കുട്ടികളെയും ആ സെപ്റ്റിക് ടാങ്കിലിട്ട് മൂടി വരുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കി, ശ്വാസം മുട്ടിയിട്ടല്ല കുട്ടികൾ മരിച്ചിട്ടുണ്ടാവുക. എന്ത് തെറ്റാ ആ 4 കുട്ടികൾ ഈ കാവി പതാകയോട് ചെയ്തത്, ഈ പ്രസ്ഥാനത്തോട് ചെയ്തത്? ഇവർക്ക് പറയാൻ പറ്റുമോ? ഇതാണോ ഹിന്ദു സനാതന ധർമ്മം എന്ന് പറയുന്നത്? ആ ഉമ്മയെ 7 പേരും മാറി ബലാത്സംഗം ചെയ്ത ശേഷം കൊണ്ടുവന്ന പെട്രോൾ തലയിലൂടെ ഒഴിച്ചിട്ട് പറഞ്ഞു, ഇനിയൊരു കുട്ടിക്ക് ജന്മം നൽകാൻ നിനക്ക് കഴിയാതെ പോട്ടെ എന്ന് പറഞ്ഞിട്ട് പച്ചക്ക് കത്തിക്കുകയത്. മറ്റൊരു വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോ ഒരു കുട്ടീനെ ഓമനിച്ച് താരാട്ടുപാടി ഉറക്കുന്നു ഉമ്മ. ആ കുട്ടീനെ കടന്നു വിളിച്ചു. ഉമ്മ പറഞ്ഞു, 5 കൊല്ലമായി നബിയെ നേർന്ന് കിട്ടിയതായി കുട്ടീനെ. എന്നെ നിങ്ങൾക്കൊന്നുകൂടി ഈ കുട്ടീനെ ഒഴിവാക്കിക്കൊള്ളാൻ പറഞ്ഞു. കേട്ടില്ല. ആകാശത്തേക്ക് എറിയാൻ വേണ്ടി നോക്കുമ്പോൾ തന്റെ പ്രിയപ്പെട്ടവർ കയ്യിലും കാലിലും കഴുത്തിലുമൊക്കെ കൊടുത്ത സ്വർണ്ണാഭരണങ്ങൾ കിടക്കുന്നു. ചുരിക കൊണ്ട് അറുത്തു മാറ്റിയപ്പോ ചോര ഇങ്ങനെ താഴേക്ക് പൊടിയുന്ന സമയത്ത് ആ പ്രാണവേദന കൊണ്ട് കുട്ടി ഇങ്ങനെ നിലവിളിക്കുക. അവസാനത്തെ സ്വർണവും കൈവശപ്പെടുത്തിയ ശേഷം ആ കുട്ടിയെ ആകാശത്തേക്ക് വലിച്ചെറിഞ്ഞ് ഈ അമ്മ കാണുകയില്ല. ഇതാണ് ഗുജറാത്തിൽ നടപ്പിലാക്കിയ സാംസ്കാരിക പ്രവർത്തനം. നിങ്ങൾ ആലോചിച്ച്, ഒരു സ്ഥലത്തൂടെ പോകുമ്പോ വയലയിലകളിൽ 7ഓളം കുട്ടികൾ കളിക്കുന്നു. എല്ലാ കുട്ടികളുടെ തലയിലും വെള്ളത്തൊപ്പിയുണ്ട്. മുസ്ലിമാണോ എന്ന് ഉറപ്പിക്കാൻ വേണ്ടി ഖുർആൻ ഓതാൻ പറഞ്ഞു. ഇവർ ഖുർആൻ ഓതിയപ്പോ കൊല്ലാനാണെന്ന് നിശ്ചയമില്ല കുട്ടിക്ക്. ഖുർആൻ ഓതുന്ന സമയത്ത് 7 കുഴികൾ കുഴിച്ചു ആ പാടത്തില്. എന്നിട്ട് ഖുർആൻ ഓതിയപ്പോ മുസ്ലിമാണ് എന്ന് മനസ്സിലാക്കിയ സ്വയം സേവകന്മാർ ആ 7 കുട്ടികളെയും പിന്നാമ്പുറം കൈയും കാലും കെട്ടിയിട്ട് എന്നിട്ട് ആ കുഴിയിലേക്ക് തലയിങ്ങനെ അമർത്തി മുഖം ഇങ്ങനെ പൂഴ്ത്തിവെച്ചു. എന്നിട്ട് തലയിൽ കയറി നിന്നു. ഒന്ന് പിടക്കാൻ പോലും കഴിയാതെ, ശ്വാസം മുട്ടി ഒന്ന് അനങ്ങാൻ പോലും കഴിയാതെ മരിച്ചു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ഈ സ്വയം സേവകന്മാർ ആ കുട്ടികളുടെ തലയിൽ നിന്നിറങ്ങിപ്പോയത്. നിങ്ങൾ ആലോചിച്ച്, ശ്വാസം മുട്ടിയിട്ട് ആ 7 കുട്ടികളും ആ കുഴിയിലും മരിച്ചത്. ഇതാണ് ഗുജറാത്തിൽ RSS നടപ്പിലാക്കിയ